നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ആ ഒരു രീതിയിലാണ് ഈ ഒരു പായസം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്, നല്ല പിങ്ക് കളറിൽ. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 1 ലിറ്റർ അളവിൽ ഞാൻ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതായത് 4 കപ്പ് പാല്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പോളം ഉണക്കലരി, പൊടി ഉണക്കലരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് ഈ ഒരു പാല് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിള വന്നതിന് ശേഷം നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കൂടെ കുക്ക് ചെയ്തതിന് ശേഷം പ്രഷർ പോയിട്ട് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ പാലൊക്കെ കുറുകി നല്ല പായസം നല്ലൊരു പിങ്ക് കളറായിട്ടിരിക്കുന്നുണ്ടാവും. ഇനി ഫ്ലേവറിനായിട്ട് ഒരല്പം തുളസിയിലയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ.